നമസ്കാരം. സ്വീഡൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു റോഡിലൂടെ ഒരു വലിയ പള്ളി നീങ്ങി മാറുന്നത് കണ്ട ജനങ്ങൾ പലരും അമ്പരന്നു. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ട്രെയിലർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്നു. കിരുണ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പട്ടണത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 113 വർഷം പഴക്കമുള്ളതാണ് ഈ ദേവാലയം. 1912 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 1950കളിൽ സ്വീഡനിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്നായി ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഈ പള്ളിയെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കിരുണ പട്ടണത്തിലെ ജനങ്ങൾ നേരിടുന്നൊരു പ്രതിസന്ധി, ഇവിടെ വലിയ തോതിലുള്ള ഇരുമ്പയിര് ഖനനം നടന്നിരുന്നു. ഇതിൻ്റെ ഫലമായി ഇവിടെ ഭൂമിയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലമായി ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ ബലക്ഷയം നേരിടുന്നതായി അധികൃതർക്ക് മനസ്സിലായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പള്ളിയും 5 കിലോമീറ്റർ അകലത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. ഈ പള്ളി ഒന്നടങ്കം പൊക്കിയെടുത്ത് ട്രെയിലറിൽ വെച്ചതിന് ശേഷം കൊണ്ടുപോവുകയായിരുന്നു. ഇതിനുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ പള്ളിയെ മൊത്തത്തിൽ പൊളിച്ചു മാറ്റാതെ മൊത്തത്തിൽ തന്നെ പൊക്കിയെടുത്ത് അതിൻ്റെ അടിത്തറയോടുകൂടി പൊക്കിയെടുത്ത് ഈ ട്രെയിലറിൽ വെച്ച് കൊണ്ടുപോകുന്നത്. മണിക്കൂറിൽ 1/2 കിലോമീറ്റർ വേഗത്തിലാണ് ഈ വാഹനം ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2 ദിവസമെങ്കിലും എടുക്കും ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ. സ്വീഡനിൽ നിന്നുള്ളവർ മാത്രമല്ല, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പോലും പല ആളുകൾ ഈ കാഴ്ച കാണാൻ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പള്ളിക്കുള്ളിൽ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഉണ്ടായിരുന്നു. ചില അപൂർവ സംഗീതോപകരണങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ ഈ പള്ളിക്കുള്ളിലുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അതേപടി പള്ളിക്കകത്ത് തന്നെ വെച്ചുകൊണ്ടാണ് ഈ ട്രെയിലറിൽ കയറ്റി ഇപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം കെട്ടിടങ്ങൾക്ക് അടിയിൽ ഇത്തരത്തിൽ ഖനനം നടത്തുന്നതും വിള്ളലുണ്ടാകുന്നതൊന്നും ഒരിക്കലും സർക്കാർ അംഗീകരിക്കുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പള്ളിയെയും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. പള്ളി ഈ ലോറിയിലേക്ക് എടുത്ത് മാറ്റുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട വൈദികന്മാരെല്ലാം എത്തി പ്രാർത്ഥന ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ പള്ളി ലോറിയിലേക്ക് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വീഡനിലെ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ ഇത് പൂർണ്ണമായും ലൈവ് ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഏറെ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ടെലിവിഷന് മുന്നിലിരുന്ന് ഈ കാഴ്ച കാണുകയാണ്. ഈ പള്ളിക്ക് യാതൊരു തരത്തിലുമുള്ള കേടുപാടുകൾ പറ്റാതെ തന്നെ തങ്ങളങ്ങ് എത്തിക്കും എന്നാണ് ഇത് സംബന്ധിച്ച കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനം വ്യക്തമാക്കുന്നത്. 2010കളുടെ മധ്യത്തോടുകൂടി തന്നെ ഈ കിരുണയിലെ പല കെട്ടിടങ്ങളും ഇത്തരത്തിൽ പൊളിച്ചു മാറ്റുകയോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഒരു പള്ളി, ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടം ഒന്നാകെ മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇതും ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുകയാണ് സ്വീഡനിലെ എഞ്ചിനീയർമാർ. ഈ പള്ളിക്കെട്ടിടം കൊണ്ടുപോകുന്ന തന്നെ റോഡ് ഒരുക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. അങ്ങനെ റോഡിന് വീതി കൂട്ടിയിരുന്നു. ഇവിടെ നേരത്തെ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു പാലം അടിയന്തരമായി തന്നെ നീക്കം ചെയ്തിരുന്നു. അങ്ങനെ ഈ പടുകൂറ്റൻ ലോറിക്ക് ഈ ഒരു വലിയ പള്ളിയെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാര ജനങ്ങളെ ഒരു തരത്തിലും ഇത് ബാധിച്ചിരുന്നതുമില്ല. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം പോലും റോഡ് ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പക്ഷേ സ്വീഡനിലെ അധികൃതരാകട്ടെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് തന്നെയാണ് ഈ പള്ളിയെ പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത്.